ഞാനുണ്ടല്ലോ ശരിക്കും എനിക്ക് അങ്ങനെ ആഴമായ ദൈവ അനുഭവമുള്ള ആളല്ല. സത്യസന്ധമായിട്ട് പറയുന്നത് ആഴമായിട്ടൊരു ദൈവ അനുഭവമില്ല. ഞാൻ ചോദിച്ച കാര്യമൊന്നും ഈശോ തന്നിട്ടുമില്ല. പക്ഷേ ഈശോ എനിക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു കൃപ എന്ന് പറഞ്ഞാൽ ഈ വചനത്തെ സ്നേഹിക്കാൻ, വചനത്തെ വിശ്വസിക്കാനാണ്. അത് എന്ത് വന്നാലും അത് അങ്ങനെയാണ്. നമുക്ക് ഈ ലോകത്ത് നിങ്ങൾ വിചാരിക്കുന്നത് നമ്മളൊരു പ്രശ്നം വരുമ്പോൾ പല സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകും. പല വ്യക്തികളെ ആശ്രയിക്കും, പല സാഹചര്യങ്ങളെ ആശ്രയിക്കും. എന്താ നമ്മൾ പറയണ ഓക്കെ അവിടെ അങ്ങനെ ചെന്നപ്പോ ആ ഇന്നയാൾ എന്നെ സഹായിച്ചു, ഇന്നയാളുടെ വാക്കെന്നെ സ്പർശിച്ചു എന്നെല്ലാം പറയാം. പക്ഷെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഫോർ എക്സാമ്പിൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ബൈബിളിൽ നിന്ന് പോലും ആ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഭയങ്കര സങ്കടം വരുവാണ്. അപ്പൊ ചിലവർ എന്നെ വിളിച്ചിട്ട് പറയും, അച്ഛാ പ്രാർത്ഥിച്ചിട്ട് ഇന്ന ഒരു വചനം എടുക്കുന്നു, ഒരു വചനം. സത്യം പറയാനുള്ളൂ, ഞാൻ എടുക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ എടുക്കാറില്ല. ഇപ്പൊ അങ്ങനെ എടുക്കുക കാരണം നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള വചനവും ബൈബിളിൽ കിടക്കുന്നു. സങ്കടമുണ്ടോ? അങ്ങനെ കൃത്യമായിട്ട് ബൈബിളിൽ കിടക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 1 നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കും, എന്നിലും വിശ്വസിക്കും. ഇനി ഇപ്പൊ സഹനത്തിന്റെ എല്ലാ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം 33 നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാവും, ധൈര്യമായിരിക്കും. ഞാൻ നിങ്ങളെ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാവും, ധൈര്യമായിരിക്കും. ഞാൻ ലോകത്തെ കീഴടക്കി. അപ്പൊ നമ്മളുണ്ടല്ലോ ശരിക്കും ഈശോയെ അറിയണം. ഈശോയെ അറിയണം എങ്ങനെ? ഈ വചനത്തിലുള്ള ഈശോയെ അറിയണം. എന്നുവെച്ചാൽ അസാധാരണ പവറാണ് ഈ വചനത്തിൽ. നമുക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്ര പവറാണ്. ഇപ്പൊ ചിലർ പറയില്ല, എനിക്ക് ഭയങ്കര തഴക്കദോഷമുണ്ട്, എനിക്ക് വിശുദ്ധിയില്ല. ആ, അത് ഈ വചനം വെച്ചങ്ങ് വെട്ടണോ നീ? വചനം വെച്ചങ്ങോട്ട് വെട്ടണം. ഞാനിത് പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ, ഒരു ദൈവം തരുന്ന ഒരു അനുഭവത്തിൽ ഇങ്ങനെ മുഴുകി നിൽക്കാതെ ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ അവിടെ ഇത് ഈ സ്വർഗാരോഹണ തിരുനാളിന് ഈ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോ അമ്മയുടെ ജീവിതം പിടിച്ചു നിന്നത്, അല്ലെങ്കിൽ അമ്മയ്ക്ക് നമ്മളോട് പറയാനുള്ള മൂന്നേ മൂന്ന് വചനം ഞാനിങ്ങനെ ബൈബിളിൽ കണ്ടേ. ഒന്ന്, ലൂക്കായുടെ 1 അധ്യായം 38 ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാണ്. കേട്ടോ, ഒരു പ്രശ്നം വന്നപ്പോഴത്തേനും പരിശുദ്ധ അമ്മ പറയാണ്, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ, ഇതാ കർത്താവിന്റെ ദാസി. ഇനി രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മ സ്തോത്രഗീതം ലൂക്കായുടെ 1 അധ്യായം 47 48 പറയുന്നുണ്ട്. ആ എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. കണ്ടോ, അമ്മ വചനത്തെ മുറുകെ പിടിക്കുന്നു, രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. തമ്പുരാനിലുള്ള ആനന്ദം, തമ്പുരാനുള്ള ആനന്ദം. കണ്ടോ, വേറെ ഒന്നിലുമല്ല, വേറെ ഒന്നിലുമല്ല. ഇനി മൂന്നാമതായിട്ട് ഒരു വചനം എന്ന് പറയുന്നതിനും കാനായിലെ കല്യാണ വിരുന്നിൽ നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 2 അധ്യായത്തിന്റെ 5 പറയാം, അവൻ പറയുന്നത് പോലെ ചെയ്യും, അവൻ പറയുന്നത് പോലെ ചെയ്യും. അത് അമ്മ ഇതാകട്ടെ അസീദിന്റെ വചനം പോലെ എന്നിലാകട്ടെ എന്നുള്ളതും ഈ അവൻ പറയുന്നത് പോലെ ചെയ്യുന്നു, ഇത് രണ്ടും കണക്റ്റഡാണ് അല്ലെ? രണ്ടും വചനമാണ്. ഈശോ പറയുന്നത് പോലെ ചെയ്യാന്ന് പറഞ്ഞാൽ വചനം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. ഇനി ഇച്ചിരി കൂടെ ക്ലാരിഫിക്കേഷൻ വരണമെങ്കിൽ ഈശോ പറയാണ്, ആ പിന്നെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്ന ആരും അവരാണ് എന്റെ അമ്മയും സഹോദരന്മാരും എന്നൊക്കെ ഈശോ പറയുന്നുണ്ട്. അത് പരിശുദ്ധ അമ്മ കൃത്യമായിട്ട് ചെയ്തതാണെന്ന് നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നത് എന്റെ വചനം പാലിക്കും, എന്നെ സ്നേഹിക്കുന്നത് എന്റെ കൽപ്പന പാലിക്കും, കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല. ഇങ്ങനെല്ലാം ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വചനം നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ നമ്മളെ സ്പർശിച്ച് ഈ വചനത്തിൽ വിശ്വസിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ആഴമായിട്ടുള്ള ദൈവാനുഭവം വേണം, ആഴമായിട്ടുള്ള ദൈവാനുഭവം വേണം. ഞാൻ പറയുകയാണ്, വചനത്തെ മുറുകെ പിടിക്കുക, വചനത്തെ മുറുകെ പിടിക്കുക. ഈ ഫ്രാൻസിസ് സാലസിന്റെ ആ, ഭക്തജീവിത പ്രവേശിക എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഏഹ് അപ്പൊ ആ പുണ്യവാളന്റെ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു റിട്രീറ്റ് കൂടുമ്പോൾ, അല്ലെങ്കിൽ ഒരു 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 മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുമ്പസാരം കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആത്മീയ ഉണർവ് കിട്ടും. അപ്പൊ നമ്മൾ പറയണു, ഓ ഈശോ എന്നെ സ്പർശിക്കും. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ അതിനെ വിശ്വസിക്കരുത്, നിങ്ങൾ അതിനെ വിശ്വസിക്കരുത്. കാരണം നിങ്ങൾ നോർമൽ ലൈഫിൽ പോവുക. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സെക്കൻഡിൽ നിങ്ങൾ പാപത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. നമ്മൾ മനുഷ്യരാണ്, നിങ്ങൾ പാപത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ആത്മീയത എല്ലാം നശിച്ചു പോയല്ലോ. കാരണം പോയിട്ടില്ല. കാരണം അങ്ങനെ ഒരു സാധനം ഈശോ തന്നിട്ടില്ല. നമുക്ക് ഓൾറെഡി തമ്പുരാന്റെ ഒരു സ്നേഹം, പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്, ആ കൃപ തന്നിട്ടുണ്ട്. അതെല്ലാം അത് അങ്ങനെ തന്നെ ഉണ്ട്, അത് അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ പാപം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പാപം ചെയ്യുമ്പോൾ ഇതിനെല്ലാം ഒരു മങ്ങലേൽക്കും, മങ്ങലേൽക്കും
അല്ലെ? ഒരു പ്രസാദപരത്തിന് ഇടിവുണ്ടാവും. ഇപ്പൊ പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന അതേ പ്രസാദപരത്തിലാണ് ആദത്തെ ഹവ്വ എല്ലാം സൃഷ്ടിച്ചത്. അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ദൈവം അതേ പ്രസാദപരത്തിൽ തന്നെയാണ് ആദത്തെ ഹവ്വ എല്ലാം സൃഷ്ടിച്ചിരുന്നത്. സംഭവിച്ചതെന്നാ? അവർ അനുസരണക്കേട് കാണിച്ചു. കേട് കാണിച്ചപ്പോഴത്തേനും ഈ എന്താ പറയാ, ഈ പ്രസാദപരത്തിന് ഇടിവുണ്ടായി, ഈ സ്നേഹത്തിന് കുറവുണ്ടായി. പക്ഷെ എന്നാലും ഈ തമ്പുരാൻ കൈവിടുന്നുണ്ടോ? കണ്ടോ? ഇല്ല, തമ്പുരാൻ കൈവിടുന്നില്ല. ആദ്യം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തു, പക്ഷെ എങ്കിലും കൈവിടുന്നില്ല. അവരെന്നിട്ട് കർത്താവിൽ നിന്ന് ഓടി മറയുന്നു. ആ പിന്നെ എന്നിട്ട് കർത്താവ് തന്നെ ഇലയൊക്കെ ഉണ്ടായി, അത്തി ഇലയൊക്കെ തുന്നി അവർക്കൊരു വസ്ത്രമൊക്കെ ധരിപ്പിച്ച് അവരെ വീണ്ടും ആ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് പറയാണ് പർദീസ അടച്ചെന്ന് പറയാണ്. പർദീസ, അതിനകത്തോട്ട് ആരും കയറാതിരിക്കാൻ പർദീസ അടച്ചു എന്ന് പറയാണ്. ഇവരെ പുറത്താക്കിയിട്ടാണ് അടയ്ക്കുന്നത്. ഇവരെ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് എന്തെന്നറിയോ? ഇവരെ പുറത്താക്കിയിട്ട് അടച്ചെന്ന് പറയും. കർത്താവ് എവിടെ നിന്നാണ് അടച്ചത്? കർത്താവ് പുറത്തു നിന്നാണ് അടച്ചത്. കർത്താവ് ഇവരുടെ കൂടെ ഉണ്ട്. കർത്താവ് പുറത്തു നിന്നാണ് അടച്ചത്, കർത്താവ് ഇവരുടെ കൂടെ ഉണ്ട്. എന്ന് വെച്ച് കർത്താവ് ഇവരെ പുറത്താക്കിയിട്ട് അകത്ത് നിന്ന് അടച്ചതല്ല. കർത്താവ് ശരിക്കും പുറത്ത് നിന്ന് നമ്മുടെ കൂടെ തന്നെ, നമ്മുടെ കൂടെ എല്ലാ സാഹചര്യത്തിലും നമ്മളെ ഗൈഡ് ചെയ്യുന്നു. ഒറ്റ പവറാണ് വചനം. നമ്മൾ ഈ വചനത്തിൽ ആശ്രയിക്കുക. നമ്മൾ ഒരിക്കലും ഒരു ഒരു എന്താ പറയാ, ഒരു സ്പിരിച്വൽ എക്സൈറ്റ്മെന്റിനെ വിശ്വസിക്കരുത്. അത് അങ്ങനെ അങ്ങ് വന്നങ്ങ് പോട്ടെ. പിന്നെന്താ, ഈ സ്പിരിച്വൽ എക്സൈറ്റ്മെന്റ് നിൽക്കുമ്പോഴായിരിക്കും ജീവിതത്തിൽ ഒരു വൻ തകർച്ച വരുന്നത്. ഒരു രോഗത്തിന്റെ രൂപത്തിൽ, സാമ്പത്തികമായിട്ടുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു പരീക്ഷ പാസ്സാകാത്ത രൂപത്തിൽ, പല രീതിയിൽ, അല്ലെ, ഒരു ബന്ധം തകരുന്ന രൂപത്തിൽ ഇതിങ്ങനെ വരും. ഇതിങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ വിചാരിക്കും, അയ്യോ, ആ ദൈവം എവിടെ? ദൈവം അവിടെ, കർത്താവ് അവിടെ ഉണ്ടെന്ന്, കർത്താവ് അവിടെ ഉണ്ട്. പക്ഷെ എല്ലാ സമയത്തും ഈശോയുടെ കൂടെ നമുക്ക് ചേർന്ന് നിൽക്കാനുള്ള ഒരു കൃപ, ഒരു കൃപ. അതുകൊണ്ടാണ് എഫെസോസ് 6:17 പറയുന്ന രക്ഷയുടെ പടത്തൊപ്പിയാണ് ഈ ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുന്നത്. ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ. കണ്ടോ? ഹെബ്രായർ 4:12 പറയുന്നത് ആണ് ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെ നിയോഗങ്ങളെ വിവേചിച്ചറിയുന്നതുമാണ്. എല്ലാ കാര്യങ്ങളെയും കർത്താവ്, എല്ലാ കാര്യങ്ങളും. കാരണം വചനം ആരാ? വചനം ഈശോയാ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാൻ 1:14 അല്ലെ? യോഹന്നാൻ 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി. അപ്പം ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എന്റെ മനസ്സിലോട്ട് വന്നതാണ്, നമുക്ക് കർത്താവിനെ നിങ്ങൾക്ക് റിയലി ഹൃദയത്തിൽ അനുഭവിക്കണം. സത്യമായിട്ട് ഞാൻ പറയാണ്, ഞാൻ ഇങ്ങനെ ഫിസിക്കലി അനുഭവിക്കുന്നില്ല. പക്ഷേ പക്ഷേ വചനം എല്ലാ സമയത്തും ഇങ്ങനെ പിടിച്ചു നിർത്തുന്നു. വചനം എല്ലാ സമയത്തും പിടിച്ചു നിർത്തും. പാപത്തിൽ വീണെന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ പാവിയാണ്, ദൈവത്തിന് സ്നേഹമല്ല. ബൈബിൾ എടുക്ക്, തുറക്ക്, ലൂക്കായുടെ സുവിശേഷം 15 അധ്യായമൊക്കെ വായിക്ക്. കാണാതായ ആടിന്റെ ഉപമ, കാണാതായ നാണയത്തിന്റെ ഉപമ, ധൂർത്തപുത്രന്റെ ഉപമ, ഇതെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7-8 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് പാപിനി. യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായത്തിൽ സമരിയാക്കാരി. ലൂക്കായുടെ സുവിശേഷം 23 അധ്യായത്തിൽ നല്ല കള്ളൻ. കണ്ടോ? നമുക്ക് ജീവിതത്തിൽ എല്ലാ സാഹചര്യത്തിലും ഈ വചനത്തെ മുറുകെ പിടിക്കും. അപ്പൊ ആ ഈശോയുടെ സ്നേഹം, ഈ വചനത്തെ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് ആഴമായിട്ട് ദൈവത്തെ അനുഭവിക്കാം. നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടോ, ബൈബിളിൽ കിടപ്പുണ്ടോ, തിരഞ്ഞെടുക്കണം. ഈശോ പറയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇനി ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഈശോയോട് ചോദിക്കാം, നീ എന്താ ഈശോ ഈ പറഞ്ഞു, നീ എന്താ ഈ വചനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്? എനിക്ക് ആശ്വാസമില്ല, ഞാൻ ചെയ്യുന്ന കാര്യമാണ് കൃത്യം. ഈശോ അവിടെ ആശ്വാസം തരും. പക്ഷെ നമ്മൾ ഒരൊറ്റ കാര്യം ചെയ്യണം, വചനം പാലിക്കും. ഇനി വചനം പാലിക്കാൻ പറ്റത്തില്ല, അതും ഈശോയോട് തന്നെ പറഞ്ഞു. യോഹന്നാൻ 15:3 എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈശോയോട് പറ, സന്തോഷിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല, വിശുദ്ധി പാലിക്കാൻ പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല, എളിമപ്പെടാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല. കർത്താവ് തന്നെ തരും. കാരണം ഇതെല്ലാം ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കണ്ണുടച്ച് വിശ്വസിക്കാം. അത് സംഭവിക്കും, അതേ സംഭവിച്ചിട്ടുള്ളൂ, ഇനി അത് സംഭവിക്കുക തന്നെ ചെയ്യും.